എഗെയിൻ ഇന്നലെ സോഷ്യൽ മീഡിയയിൽ വളരെയധികം ചർച്ചയായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാനിവിടെ ഈ സൈഡിൽ വെച്ചിട്ടുള്ളത്. ഒരു ലേഡി ബസ്സിനകത്തുനിന്ന് ഫോൺ പൊക്കി പിടിച്ച് അവർക്ക് അനുഭവിക്കേണ്ടി വന്ന ഒരു ദുരനുഭവം, അവരുടെ ഫ്രണ്ടിൽ നിന്നൊരു ലേഡിക്ക് അനുഭവിക്കേണ്ടി വന്ന ദുരനുഭവം എന്ന് പറഞ്ഞ് ഒരാളെ ഫേസ് അടക്കം റിവീൽ ചെയ്തിട്ടുള്ള വീഡിയോ. അതിൻ്റെ ടൈറ്റിൽ ഇങ്ങനെയാണ്: സമൂഹത്തിന് വിട്ടുതരുന്നു. അതായത് അയാളെ എറിഞ്ഞു കൊടുക്കുകയാണ്. ഓക്കെ, സൊസൈറ്റിന് മുന്നിൽ എറിഞ്ഞു കൊടുക്കുക. അത് ആദ്യം തന്നെ എഴുതിയിട്ടുണ്ട്. 15/1/2026 പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പയ്യന്നൂർ ബസ് സ്റ്റാൻഡിലേക്കുള്ള ബസ്സിൽ, ഓക്കെ, റൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബസ്സിൽ കയറിയപ്പോൾ മുതൽ മുന്നിൽ നിൽക്കുന്ന പെൺകുട്ടിക്കുള്ള ഡിസ്റ്റർബൻസ് കണ്ട് ഞാൻ വീഡിയോ ഓൺ ചെയ്തു വെച്ചു. അത് അയാൾ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അങ്ങേര് അവസരങ്ങൾ കാത്തുനിന്ന് കൊണ്ടേയിരുന്നു. ബസ് നിർത്തി ഇറങ്ങാൻ സമയം ആ കൈകൾ അറിയാതെ എനിക്ക് നേരെയും വന്നു. എന്ന് ഉദ്ദേശിച്ചത് അയാൾ അറിയാതെ ചെയ്തു എന്നുള്ളതാ. അതാണോ നിങ്ങൾ ഉദ്ദേശിച്ചത്? അപ്പോൾ എഴുതിയപ്പോൾ തന്നെ നിങ്ങൾക്കത് പാളിയല്ലേ അവിടെ? ഞാൻ ചോദിച്ചു തുടങ്ങിയപ്പോഴേക്കും ആൾ പെട്ടെന്ന് ഇറങ്ങി ഓടിക്കളഞ്ഞു. ഇറങ്ങി ഓടുന്നതോ ഇവർ ചോദിക്കുന്നതോ ഒന്നും വീഡിയോനകത്തില്ല. നിങ്ങൾ ആ വീഡിയോ ഞാനിവിടെ സൈഡിലുണ്ട്. ഇവരിപ്പോൾ ഈ എഴുതി പിടിപ്പിച്ചതിൽ എന്തെങ്കിലും ആ വീഡിയോനകത്തുണ്ടെങ്കിൽ ആ വ്യക്തി തിരിഞ്ഞ സമയത്ത് ഈ ലേഡിയുടെ ദേഹത്ത് കൈ തട്ടുന്നത് മാത്രമാണുള്ളത്. അത് കൈ തട്ടാൻ വേണ്ടി നിന്നു കൊടുത്ത പോലെയും എനിക്ക് പേഴ്സണലി ഫീലായി. എങ്ങനെ നമ്മളൊരു ബസ്സിൽ നിൽക്കുക, ഫേസിങ് ടുവേർഡ്സ് ദി ഡ്രൈവർ അല്ലേ? ഫ്രണ്ടിക്ക് ഇങ്ങനെ ഫേസ് ചെയ്തല്ലേ നിൽക്കുക? അതല്ലേ അതിൻ്റെ ഒരു ഫിസിക്സ്? ഇങ്ങനെയാണ് നമ്മൾ നിൽക്കുക, സ്റ്റാൻഡിങ് അപ്രൈറ്റ്, അല്ല ഇങ്ങനെ സൈഡിക്ക് ഇങ്ങനെ ഏങ്കോണിച്ചുകൊണ്ടാണോ നിൽക്കുക? അപ്പോൾ ഈ സ്ത്രീ എന്താ ചെയ്തത്? ഈ വ്യക്തി അവിടുന്ന് ഇറങ്ങുന്ന സമയത്ത് ഇങ്ങനെ പോയിട്ട് ഒരാളുടെ അടുത്ത് നിന്നാൽ പരന്നു പോകുന്ന ഒരാൾ മേത്ത് ചിലപ്പോൾ തട്ടിപ്പോവും. അപ്പം അങ്ങനെ നിന്നാൽ തട്ടും പേടിച്ചു. എന്നിട്ട് അത് വീഡിയോ എടുത്തു. ഈ മാന്യ അദ്ദേഹത്തെ അറിയുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് അറിയിക്കണേ. ഈ മാന്യ അദ്ദേഹത്തിന് അറിയുന്ന ആരെങ്കിലും അറിയിക്കണേ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ലോകം മൊത്തം ഇപ്പം അറിഞ്ഞു ഈ വ്യക്തി ആത്മഹത്യ ചെയ്തു. വ്യക്തി ഇന്നില്ല. അപ്പം ന്യൂസിലടക്കം വന്നു ഈ വ്യക്തി ഇന്നില്ല, ഈ വ്യക്തി ആത്മഹത്യ ചെയ്തിരിക്കുന്നു. അതിൻ്റെ വോയിസ് ഞാനിവിടെ വെച്ച് തരാം നിങ്ങൾക്ക്. എൻ്റെ സ്ഥലം എറണാകുളമാണ്, പുള്ളി കോഴിക്കോടുള്ളതാണ്. നമുക്കൊരു മെൻസ്വെയർ ഉള്ളതാണ്. അപ്പോൾ പുള്ളി നമുക്കിവിടെ ഷർട്ട് സപ്ലൈ ചെയ്യുന്നതിൻ്റെ എക്സിക്യൂട്ടീവാണ്. ഒരു അയ്യവാവും മനുഷ്യനാണ്. പുള്ളി ഇന്നലെ രാത്രി ഒരു 11 മണിക്ക് ശേഷം തൂങ്ങി. സിസ്റ്ററിന്റെ ഹസ്ബൻഡൊക്കെ ഇപ്പം അവരെ വീട്ടിലാണുള്ളത്. അവര് ഇപ്പം എന്തായാലും സൂയിസൈഡ് ചെയ്തിട്ടാണ് ഫാനിൽ ഹാങ് ചെയ്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പം ഒന്നും വീട്ടിൽ നിന്ന് ബോഡി എടുക്കുക ഒന്നും ചെയ്തിട്ടില്ല. എന്തൊക്കെ പോലീസും ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് പറഞ്ഞത്. കോഴിക്കോടാണ് വീട്, മീൻചന്ത ആ ഒരു ഏരിയയിലാണ്. ആക്ച്വലി ഞങ്ങൾക്കൊക്കെ പേഴ്സണലി അറിയുന്ന ഒരാളാണ്. ഒരു മോന് മാത്രമേ ഉള്ളൂ ഒരു വീട്ടിൽ. അത്രയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കെയർ ചെയ്യണേ. നമ്മള് പേഴ്സണലി അറിയുന്ന ആളാണ്. ഒരിക്കലും അങ്ങനെ ഒരു സംഭവം മൂപ്പരടുത്തുനിന്ന് വരൂല. അത് മൂപ്പരിക്ക് എന്തോ താങ്ങാൻ പറ്റില്ല. രാത്രിയിൽ പോലും അളിയൻ ഈ വിഷയത്തെ കുറിച്ച് മൂപ്പരോട് നല്ലോണം സംസാരിച്ചതാണ്. സാമൂഹിക മാധ്യമങ്ങളിലൂടെ ദൃശ്യം പ്രചരിച്ചതിന് പിന്നാലെ യുവാവ് ജീവനൊടുക്കി. കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി ദീപക്കാണ് മരിച്ചത്. ദീപക് ബസ്സിൽ വെച്ച് ലൈംഗിക അതിക്രമം കാട്ടിയെന്നായിരുന്നു യുവതിയുടെ ആരോപണം. തിരക്കുള്ള ബസ്സിൽ വെച്ച് യുവതി ചിത്രീകരിച്ച വീഡിയോ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിച്ചതിന് പിന്നാലെയാണ് ദീപക് ആത്മഹത്യ ചെയ്തത്. ഒരു സംഗതികളിലേക്കും വരാത്ത, കച്ചറക പോലും ഇല്ലാത്ത ഒരാളാണ്. എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ പോലും ആള് അതിന് മുന്നിലേക്ക് കയറി വരാത്തൊരു മനുഷ്യനാണ്. ഇങ്ങനെയൊരു സംഭവം കാണുമ്പോൾ അപേക്ഷമായിട്ട് അവൻ്റെ വല്ലാണ്ട് വേദനിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടാണ് അവൻ ഇങ്ങനെ. എന്തായാലും ഇനിയും ഇങ്ങനത്തെ വീഡിയോസൊക്കെ ചെയ്യുന്നവരോട് പ്രത്യേകം പറയാനുള്ളത്, മറ്റൊരാളെ ജീവിതം എടുത്തിട്ട് പന്താടരുത് എന്നുള്ളതാണ്. എന്താണ് റിയാലിറ്റി എന്ന് അറിയാണ്ട് ഒന്നും പോസ്റ്റ് ചെയ്യരുത്, ഒന്നും ഷെയർ ചെയ്യരുതെന്ന്. അത് റിക്വസ്റ്റാണ്. കൂടുതലൊന്നും പറയാനില്ല. ഇനിയിപ്പോൾ പോയത് ഇവർക്കാണ്. ആ കുട്ടിക്ക് ഒരു വീഡിയോ എയർ ചെയ്തതെന്നുള്ളൂ. പക്ഷേ പോയത് ഈ ഒരു അച്ഛനും അമ്മയ്ക്കും മാത്രമാണ്. അവർക്ക് വേറൊരു ആളുമില്ല. അവർക്കൊരു ജോലി പോലും ഇല്ലാത്ത ആൾക്കാരാണ്. എന്താവും അവരുടെ മുന്നിലേക്കുള്ള ജീവിതം എന്നുള്ളത് കണ്ടറിയേണ്ടി വരും. ആ കുട്ടി അത് ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് മുന്നോട്ട് വരാണ്. അത് അവരെ വിജയിച്ചും ചെയ്ത കാര്യത്തിൽ നഷ്ടപ്പെട്ട ഞങ്ങൾക്ക് അടക്കമുള്ളവർക്ക് നഷ്ടപ്പെട്ട് അവനെ ഞാൻ അറിയണ കാലം മുതലേ അവനൊരു ഇതിലും ഇല്ല. ഞാൻ അവനെ അത്ര ഞങ്ങളൊരു വേണ്ടത്തരത്തിൽ പോലും പോകില്ല. അവനെ ഞങ്ങളെ സുഹൃത്തുക്കൾക്കായാലും ആർക്കായാലും അറിയാം. അതായത് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ദീപക് കണ്ണൂരിൽ പോയിരുന്നു. അതായത് ദീപക് ഇവിടുത്തെ ഒരു വസ്ത്ര വ്യാപാരശാലയുടെ ഒരു സെയിൽസ് മാനേജറാണ്. അതിന്റെ സെയിൽസിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല സ്ഥലങ്ങളിൽ പോകാറുമുണ്ട്. അങ്ങനെ പോയ സമയത്ത് ബസ്സിൽ വെച്ച് ഒരു സ്ത്രീയോട് അപമര്യാദയായി പെരുമാറി എന്നുള്ള തരത്തിൽ ഒരു വീഡിയോ പ്രചരിക്കുകയും ആ വീഡിയോ പല സ്ഥലങ്ങളിലേക്ക് എത്തുകയും അത് ഷെയർ ചെയ്യുകയും അത് പലരും കമന്റ് ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. ഇത് കണ്ട ദീപക് വളരെ മനോവിഷമത്തിലായിരുന്നു എന്നുള്ളതാണ് ബന്ധുക്കൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ കഴിഞ്ഞ ദിവസം തന്നെ ദീപക് ഇതുമായി ബന്ധപ്പെട്ട് സുഹൃത്തുക്കളോട് സംസാരിച്ചിരുന്നു.
ഇതിൽ വലിയ വിഷമത്തിലായിരുന്നു ദീപക് എന്ന് ബന്ധുക്കൾ പറയുന്നുണ്ട്. ഇന്നലെ രാത്രി പോലും ഇതുമായി ബന്ധപ്പെട്ട് പലരോടും സംസാരിച്ചിട്ടുണ്ട്. ഈ ദൃശ്യങ്ങൾ പല സ്ഥലങ്ങളിൽ പ്രചരിക്കപ്പെടുകയും പല സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ വഴി പ്രചരിക്കപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ ദീപക് മനസ്സിലാക്കിയിരുന്നു. അങ്ങനെ ഇന്നലെ രാത്രിയിലടക്കം വിളിച്ച സുഹൃത്തുക്കളോടക്കം ഈ കാര്യങ്ങളെക്കുറിച്ച് ദീപക് പറഞ്ഞിരുന്നു. അതിനുശേഷമാണ് ഏതായാലും ഈ മരണം സംഭവിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇതിൽ ഏതായാലും ഗൗരവമായിട്ടുള്ള ആരോപണം കുടുംബം ഉയർത്തുകയാണ്. ഇത്തരത്തിലുള്ള ഒരു ആളല്ല ദീപക്. ദീപകുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള പരാതികളോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള കേസോ ഒന്നും തന്നെ മുമ്പ് ഉണ്ടായിട്ടില്ല. ഇത് ദീപകിന്റെ സുഹൃത്തുക്കളും പറയുന്നുണ്ട്. ഒപ്പം ദീപക് കഴിഞ്ഞ 7 വർഷത്തിലധികമായി ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന്റെ ഉടമ അടക്കമുള്ള ആളുകളും ഇത് തന്നെയാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ ദീപക് നിരപരാധിയായിരുന്നു. പക്ഷേ ഇതുമൂലം ഉണ്ടായിട്ടുള്ള, അതായത് ഈ ദൃശ്യങ്ങൾ പ്രചരിച്ചത് മൂലം ഉണ്ടായിട്ടുള്ള മനോവിഷമത്തിലായിരുന്നു ദീപക് കഴിഞ്ഞ 2 ദിവസമായി. അത് തന്നെയാണ് ഈ മരണത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് ഏതായാലും ദീപകിന്റെ കുടുംബവും അതുപോലെ സുഹൃത്തുക്കളും പറയുന്നൊരു കാര്യം. ഈ സംഭവത്തിൽ മെഡിക്കൽ കോളേജ് പോലീസ് ഇപ്പോൾ അസ്വാഭാവിക മരണത്തിനാണ് കേസെടുത്തിരിക്കുന്നത്. ആ വ്യക്തി ആത്മഹത്യ ചെയ്തിരിക്കുന്നു. ആ വ്യക്തി ഡിവോഴ്സിയാണ്. ആ വ്യക്തിക്ക് ഒരു മകനുണ്ട്. സൊസൈറ്റിയിൽ ഈ വ്യക്തിയുടെ വീഡിയോ വന്നതിന് ശേഷം എവിടെയും ഈ വ്യക്തി ഇതിനു മുമ്പ് ഇങ്ങനത്തെ ഒരു ഇഷ്യൂ ചെയ്തതായിട്ടുള്ള ഒരു ന്യൂസോ ഒരു കാര്യമോ ഒരാളും ഈ വീഡിയോ റിയാക്ട് ചെയ്ത് ആരോടും വന്ന് പറയുന്നില്ല. യൂഷ്വലി അങ്ങനെയാണല്ലോ, ഈ വീഡിയോ റിയാക്ട് ചെയ്തവർക്ക് ഇപ്പോൾ സവാദിൻ്റെ കേസിൽ അറിയാം, മസ്താനിക്ക് ഒരുപാട് ഇതേപോലെ സവാദിൽ നിന്ന് ഈ ഒരു അവസ്ഥ നേരിടേണ്ടി വന്ന ആളുകളുടെ പ്രൂഫും കാര്യങ്ങളും വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ തന്നെ ചില വീഡിയോ ഇടുന്ന സമയത്ത് നമ്മളോട് ഇയാളൊരു കണ്ടിന്യൂസ് ഇതേപോലെ ഒഫൻസ് ചെയ്യുന്ന ഒരാളാണെന്നുള്ളതൊക്കെ പലരും അയച്ചു വരുമായിരുന്നു. പക്ഷേ ഈ ഒരു വ്യക്തിയെക്കുറിച്ച് ഒന്നുമില്ല. അപ്പോൾ എന്താ അതിനർത്ഥം? എന്താ? അത്രയും കൺജസ്റ്റഡ് ആയ ഒരു ബസ്സിൽ ആ വ്യക്തിക്ക് ബൈ മിസ്റ്റേക്ക് പറ്റിയൊരു കാര്യമായിരിക്കാം. അല്ലെങ്കിൽ ഈ ലേഡിക്ക് ഇവരുടെ പേഴ്സ്പെക്റ്റീവിൽ നോക്കിയ സമയത്ത് ഈ വ്യക്തി ആടുന്ന ബസ്സല്ലേ, നമ്മുടെ നാട്ടിലെ റോഡ് അമേരിക്കൻ റോഡാന്നുള്ള പേരല്ലേ ഉള്ളൂ. ചന്ദ്രൻ്റെ ഉപരിതലം പോലെയാണ് നമ്മളുടെ നാടിൻ്റെ റോഡിൻ്റെ അവസ്ഥ. പിന്നെ നമ്മളെ ബസ്സിലെ മണിക്കുട്ടി, നീ എൻ്റെ ചേട്ടന്മാർ മണിക്കുട്ടീനെ ആട്ടിയിട്ടാണ് വണ്ടി ഓടിക്കാറ്. ഈ ഒരു അവസ്ഥ ഉള്ള സമയത്ത് ഒരു മനുഷ്യന് മര്യാദയ്ക്ക് നിൽക്കാൻ പറ്റൂ? ഇവിടുത്തെ ഗതാഗത മന്ത്രിയോടാണ് എനിക്കൊരു കാര്യം പറയാനുള്ളത്. മിസ്റ്റർ ഗണേഷ് കുമാർ, നിങ്ങൾ പുതിയ CR ഒക്കെ എടുത്തു, അതവിടെ ഇരുന്നോട്ടെ. ഈ നാട്ടിലെ ബസ്സിൽ CCTV ക്യാമറ നിർബന്ധമാക്കാൻ പറ്റും. ഇപ്പോൾ വെള്ളയാക്കിയ പോലെ തന്നെ നിങ്ങൾ CCTV ക്യാമറ നിർബന്ധമാക്കുക. അല്ലെങ്കിൽ ഈ റൂൾസൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഫ്രണ്ടിലെ കുറച്ച് പോർഷൻ പെണ്ണുങ്ങൾക്കും ബാക്കിലെ കുറച്ച് പോർഷൻ ആണുങ്ങൾക്കും, എങ്ങനെയുണ്ട്, മിക്സഡ് ആക്കേണ്ട ബസ്. അതേ നടക്കും. അല്ലാതെ ഞങ്ങൾക്ക് സേഫ്റ്റി ഇല്ല. ആണുങ്ങൾ എന്ത് ചെയ്യും നിങ്ങളൊന്ന് ആലോചിക്കുക. നമുക്ക് ഒരു ബസ്സിലൊരു എല്ലാ സ്ത്രീകളെയും പറയുന്നില്ല, ഇതുപോലെ ചിന്താഗതിയുള്ള ഇങ്ങനെ ചിന്തിക്കുന്ന വൈറലാവാൻ വേണ്ടിയിട്ട് ഇതേപോലെ അങ്ങോട്ട് പബ്ലിഷ് ചെയ്ത് വിടുകയാണ്. എന്നാൽ ശരി, ഇവർ അൺകംഫർട്ടബിളായി, ഇവർ മുന്നിലൊരു ലേഡി അൺകംഫർട്ടബിളായി, തക്കതായ റീസൺ ആ ലേഡിയോട് ചോദിക്കണം. അവർ മനസ്സിലായോ? അതിൻ്റെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യണം. ആ ലേഡിയെ വിളിച്ച് ചോദിച്ച് അവരെന്താ, അപ്പോൾ അവർ പറയാം ഞാനും അൺകംഫർട്ടബിൾ ആയിരുന്നു, എനിക്കും അയാളിൽ നിന്ന് അങ്ങനെ ഒരു പ്രശ്നം നേരിട്ടു. അങ്ങനെ ഒന്നും ഒരു വീഡിയോനകത്ത് അവർ ചെയ്യുന്നില്ല. ചുമ്മാ അങ്ങോട്ട് പൊക്കി പിടിക്കുക, പിന്നീട് ഇടുക. ഇതാണ് പരിപാടി. ഈ വീഡിയോ കണ്ടിട്ട് ഞാൻ പറഞ്ഞ പേഴ്സണലി തോന്നിയത് പറയാം. ഈ ലേഡി വീഡിയോ എടുക്കുന്നത് അയാൾ ബോധർ ചെയ്യുന്നില്ല. കാരണം അയാൾ ചിന്തിക്കുന്നില്ല. അയാളെ വിചാരം എന്താ, ഏതോ വ്ളോഗറായിരിക്കും, ബസ്സിലെ KSRTC യാത്രയോ അല്ലെങ്കിൽ പ്രൈവറ്റ് ബസ്സിലെ യാത്രയൊക്കെ വ്ളോഗാക്കാൻ വേണ്ടി എടുത്തതായിരിക്കും എന്ന് വിചാരിച്ച് അവിടെ അയാൾ നിന്ന്. അയാൾ ഇറങ്ങേണ്ട സ്ഥലമായി അയാൾ ഇറങ്ങാൻ വേണ്ടി തിരിഞ്ഞു. അയാൾ തിരിഞ്ഞ സമയത്ത് ഇവർ ദേഹത്ത് മുട്ടാൻ വേണ്ടി നിന്ന് കഴിഞ്ഞാൽ പിന്നെ മുട്ടും തട്ടും. ഇന്ന് ആ വീഡിയോയിൽ ഇവർ എഴുതി വെച്ച പോലെ ഒന്നും കാണാത്തത് കൊണ്ട് ഈ ലേഡി എയർലായി, അപ്സാക്കേറിജി പോലെ ഇവരും എയർലായി. ഇവരുടെ പ്രൊഫൈൽ ഞാൻ ഇവിടെ സൈഡിൽ വെക്കുന്നുണ്ട്. എയർലായതോടുകൂടി ആ വീഡിയോ മുക്കി. പോലീസ് സ്റ്റേഷനിൽ ഇവർ പോവില്ല, ഇങ്ങനെ വീഡിയോ ഇടുന്നവർ മോസ്റ്റ് മെജോറിറ്റിയും പോവില്ല. കാരണം എന്താ, റീൽസിൽ കിട്ടുന്ന മില്യൺ വ്യൂസ് മാത്രം മതി അവർക്ക്. ആണായതുകൊണ്ട് ആണിനെ എല്ലാവരും കൂടി താറടിക്കും, ആണിനെ വലിച്ചു കയറും. ആണുങ്ങളായ ഞങ്ങൾ തന്നെ റിയാക്ട് ചെയ്ത് അവർക്കിട്ട് കൊട്ടും. ഇപ്പം കാര്യങ്ങൾ മാറി, കാലം മാറി, ഞങ്ങൾക്കും കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങി. ആണുങ്ങൾക്ക് വേണ്ടി ചോദിക്കാൻ ആണുങ്ങൾ വേണം. ഞാൻ പറയുന്നത് മാക്സിമം ആണുങ്ങളോട് പറയാം, നിങ്ങൾ ഷെയർ ചെയ്യില്ല ഈ പുല്ല്. നമുക്ക് നാളെ ഒരു തിയേറ്ററിലോ ഒരു ഹോട്ടലിലോ ഒരു ബസ്സിലോ ഇത് വൈറസ് മാതിരി സ്പ്രെഡ് ആവുന്നു ചില പെണ്ണുങ്ങളുടെ ഇടയിൽ. ഞാൻ വീണ്ടും പറയുന്നു, ചില സ്ത്രീകൾ പുരുഷന്മാരോട് വളരെയധികം വൈരാഗ്യമുള്ള, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പുരുഷനിൽ നിന്ന് എന്തെങ്കിലും ഒരു സിറ്റുവേഷനിൽ എന്തെങ്കിലും നേരിട്ടൊരു സ്ത്രീക്ക് പിന്നെ ആണിനെ കാണുമ്പോഴൊക്കെ ഈ വൈരാഗ്യം വെച്ച് നടന്നാൽ എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ നമുക്ക് പബ്ലിക്കിൽ ഇറങ്ങണ്ടേ? നമ്മൾ മറ്റേ അയൺമാൻ്റെ പോലെ ഒരു ഇരുമ്പിന്റെ സൂട്ടിട്ട് നടക്കണോ നമ്മള്? ഇനി ഈ ബസ്സിലെ വീഡിയോയ്ക്ക് ഒരു ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല. 0 ക്ലാരിറ്റിയിൽ അയാളെ തട്ടാൻ വേണ്ടി നിന്നും കൊടുത്ത് ചിരിച്ച് വീഡിയോ എടുത്ത ചേച്ചി എയർ പോയപ്പോൾ വീഡിയോ ഡിലീറ്റ് ആക്കിയിട്ട് വേറൊരു എക്സ്പ്ലനേഷൻ വീഡിയോ ഇട്ടിരുന്നു. ബൈ ദ വേ, എക്സ്പ്ലനേഷൻ വീഡിയോ വരുന്നത് പ്ലേ ചെയ്യുന്നതിന് മുന്നേ ഇവരുടെ അക്കൗണ്ടിനകത്ത്, ഓക്കെ, ഇവരുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിനകത്ത് ഇവർ എഴുതിയുള്ളത് കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് എന്നാണ്. കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആയ നിങ്ങൾക്ക്
നിങ്ങൾക്ക് ലേഡി ഒരാളുടെ സൈക്കോളജി മനസ്സിലാക്കാനുള്ള കഴിവില്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം. ഒരു കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള ആരും ഇതേപോലെ പബ്ലിക്കായിട്ട് ഒരു വ്യക്തി അയാൾക്ക് ഇനിയിപ്പോൾ ഓക്കെ ഒരു സ്വഭാവ ദൂഷ്യമുള്ള അതൊരു രോഗാവസ്ഥയായിട്ട് നിങ്ങൾ കാണാം. അപ്പം നമ്മൾ സൈക്കോളജിസ്റ്റുമാരല്ല, നമുക്കതൊരു രോഗാവസ്ഥയായിട്ട് കാണാൻ പറ്റുന്നില്ല. മനസ്സിലായോ? ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ നമ്മളത് കിഴപ്പ് എന്ന് പറയുമ്പോൾ നമ്മളെ വിദ്യാഭ്യാസം അത്രേ ഉള്ളൂ എന്ന് വിചാരിക്കുക. നിങ്ങളൊരു കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റാണ് നിങ്ങൾ സ്വയം പറയുമ്പോൾ ആ വ്യക്തിക്ക് അങ്ങനെ ഒരു ബിഹേവിയർ ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ അയാളെ പറഞ്ഞ് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ അയാൾ ആ രീതിയിലേക്ക് കൊണ്ടുവന്നത് ട്രീറ്റ് ചെയ്യാനോ ആണ് നിങ്ങൾ മുൻകരുതൽ എടുക്കേണ്ടിയിരുന്നത്. അല്ലാതെ സൊസൈറ്റിയുടെ മുന്നിൽ ആദ്യം നിങ്ങൾക്ക് ഇയാളെ സൊസൈറ്റിക്ക് എറിഞ്ഞു തരുന്നു. ചെറ്റത്തരമല്ല നിങ്ങൾ കാണിച്ചത്, തന്തയില്ലായ്മയല്ല നിങ്ങൾ കാണിച്ചത്. ഒരാണിനെ എറിഞ്ഞു കൊടുക്കുമ്പോൾ ചോദിക്കാൻ പറയാൻ വേറെ ആരും വരില്ല എന്നുള്ള ധൈര്യമല്ലേ നിങ്ങൾ കാണിച്ചത്. അപ്പൊ എന്താണെങ്കിലും ഈ കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ഇതിന് തന്ന എക്സ്പ്ലനേഷൻ നിങ്ങളൊന്ന് കേൾക്ക്. പിന്നെ ഇതൊരു വ്യൂസിന് വേണ്ടിയിട്ടുള്ള വീഡിയോ അല്ല കേട്ടോ, ഒരു ഗുരുതരമായിട്ടുള്ള മാനസിക സാമൂഹിക പ്രശ്നത്തിൻ്റെ വിശദീകരണമാണ്. ഇന്നലെ ഞാനൊരു പബ്ലിക് ബസ്സിൽ നിന്നുള്ളൊരു വീഡിയോ ഷെയർ ചെയ്ത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ മനഃപൂർവ്വം എൻ്റെ ശരീരത്തിൽ സ്പർശിക്കുന്ന ഒരു വീഡിയോ. അതൊരു ആക്സിഡൻ്റ് അല്ല, ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും അല്ല. ഇത് മേജർ സൈക്കോളജിക്കൽ ഇഷ്യൂവും സെക്ഷൽ ബൗണ്ടറി വയലേഷനുമാണ്. അതായത് കൺസെൻ്റ് ഇല്ലാതെ ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ തൊടാൻ ആർക്കാ അവകാശമുള്ളത്? ശരിക്കിത് കാണിക്കുന്നത് എന്താണെന്നറിയോ? അയാൾക്ക് അയാളുടെ ഇമ്പൾസ് കൺട്രോൾ ചെയ്യാനുള്ള ശേഷിയില്ല, മറ്റുള്ള മനുഷ്യന്മാരോടുള്ള എമ്പതി ഇല്ല. ഇതിനൊക്കെ അപ്പുറത്ത് ആരും എന്നെ ഒന്നും ചെയ്യില്ല എന്നുള്ളൊരു മറ്റേടത്തെ വിചാരമില്ലേ, അതും കൊണ്ടാണ്. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ ഫസ്റ്റ് എൻ്റെ മുന്നിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടിക്കുള്ള ഡിസ്റ്റർബൻസ് കണ്ടിട്ട് എൻ്റെ ഫോണിൽ വീഡിയോ ഓണാക്കി ഇങ്ങനെ പിടിച്ചു. ഈ വീഡിയോ ഓണാക്കിയത് അയാൾ കണ്ടിട്ടുണ്ട്. അയാളത് കണ്ടുകൊണ്ടിരിക്കെ തന്നെ അയാൾ കുറച്ച് നേരം അങ്ങനെ നിന്നു, വേറെ കുഴപ്പമൊന്നുമില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ അയാളത് പിന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതിൽ നിന്ന് എന്താ മനസ്സിലാക്കുന്നത്? വീഡിയോ എടുത്താലും എനിക്ക് പ്രശ്നമില്ല, എങ്ങനെയായാലും പ്രശ്നമില്ല, ഞാൻ ചെയ്യാനുള്ളത് ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളത്. ഇത് കാണിക്കുന്നത് ഇയാളിതൊരു പാറ്റേണായിട്ട് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ ബിഹേവിയറിൽ നല്ല പ്രശ്നമുണ്ട്. ഇതൊരു മെയിലിൻ്റെ നോർമൽ ബിഹേവിയർ അല്ല, ഇൻസ്റ്റിങ്ക്റ്റും അല്ല, ടെംപ്റ്റേഷനും അല്ല, പിന്നെന്താ അൺകറക്റ്റഡ് ബിഹേവിയറാണ്. സൈക്കോളജി പറയണതേ അൺചാലഞ്ചഡ് ബിഹേവിയർ ബിക്കം റിപ്പീറ്റഡ് ബിഹേവിയേഴ്സ്. നമ്മളെന്താ ചെയ്യേണ്ടത്? ഞാൻ ഇന്നലെ ആ വീഡിയോ എടുത്ത് അയാൾക്കത് പ്രശ്നമല്ല എന്ന് അയാൾ മനസ്സിലാക്കിയിട്ട് വീണ്ടും അത് റിപ്പീറ്റ് ചെയ്തത് കണ്ടിട്ട് ഞാൻ ആ വീഡിയോ പോസ്റ്റ് ചെയ്തതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഇത് മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക. സൊസൈറ്റി അയാളെ ചോദ്യം ചെയ്യണം. അത് അയാളുടെ ചുറ്റുമുള്ള ആൾക്കാരും അയാളുടെ കുടുംബക്കാരും കാണണം. ഒരാൾ സ്വന്തം മനസാക്ഷിക്ക് മുമ്പിൽ അയാൾക്ക് ഒന്നും പ്രശ്നമില്ലാതെ നടക്കുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ പിന്നെ അയാൾ മാന്യത കാണിക്കുന്നത് അയാൾ ജീവിക്കുന്ന സൊസൈറ്റിക്ക് മുമ്പിലും അയാളുടെ ചുറ്റുമുള്ള കുടുംബത്തിന് മുമ്പിലുമാണ്. അപ്പോൾ ഈ കുടുംബം അത് അറിഞ്ഞു എന്നറിയുമ്പോഴും സൊസൈറ്റി അത് അറിഞ്ഞു എന്നറിയുമ്പോൾ മാത്രമാണ് ഇവർ ഈ ബിഹേവിയർ ചേഞ്ച് ചെയ്യാൻ പോകുന്നുള്ളൂ. അതാണ് ഞാൻ ആ വീഡിയോ ഷെയർ ചെയ്തതുകൊണ്ട് ഉദ്ദേശിച്ചത്. ആ സാധനം സൊസൈറ്റി നോർമലൈസ് ചെയ്യുന്നത് കൊണ്ട് എന്താ ഉണ്ടാവുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ ഒരിക്കലും അത് ചേഞ്ച് ചെയ്യാൻ പോകുന്നില്ല. ഇങ്ങനെയാണെങ്കിലും വിക്ടിമിനെ മാത്രം ക്രൂശിക്കാനേ ഇവിടെ ആളുകളുള്ളൂ എന്ന് പറഞ്ഞിട്ട് അയാൾ അത് ആ സാധനം റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇതൊരു ചെറിയ തെറ്റല്ല, ജോക്കും അല്ല, അറ്റൻഷൻ സീക്കിങ്ങും അല്ല. ഇതൊരു മേജർ സൈക്കോളജിക്കൽ ആൻഡ് സോഷ്യൽ ഇഷ്യൂ ആണ്. സൊസൈറ്റിയും കുടുംബവും അറിഞ്ഞ് അയാളെ ബിഹേവിയർ, ഇത്തരം ആൾക്കാരുടെ ബിഹേവിയർ തിരുത്താനാണ് ശ്രമിക്കേണ്ടത്. എനിക്കിപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഇതിൻ്റെ റിയാക്ഷനും ഇതിൻ്റെ റെസ്പോൺസൊക്കെ കണ്ടിട്ട് തോന്നുന്നതേ ഇയാളേക്കാൾ ഭയങ്കര കൗൺസിലിംഗ് കൊടുക്കേണ്ടത് നമ്മുടെ സൊസൈറ്റിക്കാണ്. എൻ്റെ സൈക്കോളജി പൂമരമേ, എനിക്കൊരു കാര്യമേ നിന്നോട് പറയാനുള്ളൂ. അറിയാത്ത പണി ചെയ്യാൻ നിൽക്കരുത്, മനസ്സിലായോ? ഞാനിങ്ങനെ ഭയങ്കരമായിട്ട് സൈക്കോളജി അല്ലെങ്കിൽ സൈക്യാട്രി പഠിച്ച ആളൊന്നുമല്ല. അത്യാവശ്യം മെഡിക്കൽ ഫീൽഡിൽ പണി അറിയാവുന്ന പണി കഴിഞ്ഞ് ഇറങ്ങി പേപ്പറും കടലാസൊക്കെ കയ്യിലെടുത്ത് വെച്ച് അത് വീട്ടിൽ വെച്ച് നമുക്ക് ആ പണിക്ക് ആവില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ഒരാൾ കൂടിയാണ്. അതുകൊണ്ട് എനിക്ക് ആ കാര്യത്തിലും കുറച്ച് നോളജ് ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂട്ടത്തിൽ അത്യാവശ്യം ഈ പരിപാടി ചെയ്യുന്നവരുണ്ട്. ഈ പറഞ്ഞു വെക്കുന്ന കാര്യം എന്താ അറിയോ? ഞാൻ എന്തോ വലിയ സംഭവമായിട്ടുള്ള സൈക്കോളജിസ്റ്റാണ്, എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇങ്ങനെയാണ് എറിഞ്ഞു കൊടുക്കേണ്ടത്. എടീ, മെഡിക്കൽ എത്തിക്സ് ഉള്ള ഒരാൾ പോലും ഇത് ചെയ്യില്ല. ഇത് മെഡിക്കൽ എത്തിക്സിന് എതിരാണ്. ഒന്ന്. രണ്ടാമത്തെ കാര്യം ഞാൻ പറയാം, നിങ്ങൾ ഈ പറഞ്ഞു വെച്ച പേഴ്സണൽ ബൗണ്ടറീസ് അല്ലെങ്കിൽ അയാളെ ബിഹേവിയറിലുള്ള ഇഷ്യൂസ്, ശരി, ഇത് നിങ്ങൾക്ക് അഡ്രസ്സ് ചെയ്യാനാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? അയാളിത് റിപ്പീറ്റഡ് ആയിട്ട് ഈ ഒരു ഒഫൻഡ് ചെയ്യണ്ട എന്നാണ് നിങ്ങളുടെ ഇൻറ്റൻഷൻ എന്നുണ്ടെങ്കിൽ ഇവിടെ നിയമമുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്കൊരാൾ വളരെ വർഗീയത കലർന്ന ഒരു പേഴ്സണൽ മെസ്സേജ് അയച്ചു, ഒരു കമൻറ്റ് ആൻഡ് പേഴ്സണൽ മെസ്സേജ്. ഞാൻ അയാളെ എക്സ്പോസ് ചെയ്തു. എങ്ങനെയാണ് ഞാൻ എക്സ്പോസ് ചെയ്തത്?
പോൾ ആപ്പിൽ ആദ്യം നമ്മളൊരു കേസായിട്ട് ഈ സാധനം കൊടുക്കും. ആ കേസ് കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും? എക്സ്പോസ് ചെയ്യും. കാരണം നമുക്ക് നിയമപരമായിട്ടുള്ളൊരു ബാക്കപ്പ് വേണം. ഞാനിത് ചെയ്തതിന് ശേഷം ആ വ്യക്തി എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു, മാപ്പ് പറഞ്ഞു, ഇനി അത് ചെയ്യില്ല എന്ന് റിപ്പീറ്റ് ചെയ്തു. അയാൾ ഒരു വല്ലാത്ത രീതിയിൽ എനിക്ക് കയ്യും കാലും പിടിച്ചപ്പോൾ അയാളുടെ പേഴ്സണൽ നമ്പർ വാങ്ങി അയാളെ ഞാൻ സംസാരിച്ച് അയാളെ വിളിച്ച് അയാളോട് മാത്രമല്ല അയാളെ ഏറ്റവും റെസ്പോൺസിബിളായിട്ട് നിൽക്കുന്ന അടുത്ത് നിൽക്കുന്ന ജ്യേഷ്ഠനെ വരെ വിളിച്ച് കാര്യങ്ങൾ സംസാരിച്ചതിന് ശേഷം ഞാൻ ആ വീഡിയോ അയാൾക്ക് പുൾ ഡൗൺ ചെയ്ത് കൊടുത്തു. മനസ്സിലായോ? എക്സ്പോസ് ചെയ്യാം, പക്ഷേ എക്സ്പോസ് ചെയ്യുന്നതിനും ഒരു ക്ലാരിറ്റി വേണം. എക്സ്പോസ് ചെയ്യുന്നതിലും ഒരു റീസൺ വേണം. എക്സ്പോസ് ചെയ്യുമ്പോൾ എക്സ്പോസ് ചെയ്യപ്പെടുന്ന ആൾ ഇനി ആ ഒരു കാര്യം റിപ്പീറ്റഡ്ലി ചെയ്യില്ല എന്നുള്ള ഒരു ഉറപ്പ് കിട്ടണം. ഇവിടെ ഇയാൾ തെറ്റ് ചെയ്തു എന്നുള്ളതിനെ ഉറപ്പില്ല. അത് വിസിബിൾ അല്ല. അത് നിങ്ങളുടെ പേഴ്സ്പെക്റ്റീവ് നിങ്ങൾക്ക് തോന്നിയ കാര്യം മാത്രമാണ്. അത് തോന്നാനുണ്ടായ ഒരു കാരണവും കാര്യവും അത് നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ നിന്ന് ചിലപ്പോൾ വന്നതായിരിക്കും. ലേഡി, അയാളുടെ വേർഷൻ ഇല്ല. കാണുന്ന ആർക്കും അയാളുടെ ഭാഗത്തൊരു തെറ്റ് തോന്നുന്നില്ല. അതിനുള്ളൊരു പ്രൂഫായിട്ട് നിങ്ങൾ വെച്ച കാര്യം അത് എവിഡൻ്റ് ആയിട്ട് അത് ക്രിസ്റ്റൽ ക്ലിയർ ക്ലാരിറ്റിയിലുള്ളൊരു എവിഡൻസ് അല്ല. നിങ്ങൾക്കൊരു പോലീസ് കേസ് ഇല്ല, നിങ്ങൾക്ക് ഒന്നുമില്ല. നിങ്ങൾക്ക് വന്നിരുന്ന് ചിലക്കുക. പേഴ്സണൽ ബൗണ്ടറി, മറ്റത് തേങ്ങാക്കൊല, ഞാനത് അയാൾ മാറാൻ വേണ്ടി ചെയ്തതാണ്. കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ് എന്ന് പറഞ്ഞ പ്രൊഫൈലിലൊരു സാധനം എഴുതിയിട്ടതിന് ശേഷം ഒരാളെ പബ്ലിക്കിന് എറിഞ്ഞു കൊടുക്കുന്നതാണോ നിൻ്റെ ഈ പറഞ്ഞ വലിയ എന്താ പറയുക, തെറി പറഞ്ഞാലോ ചീത്ത പറഞ്ഞാലോ എഗെയിൻ ഇവിടുത്തെ നിയമങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആണുങ്ങൾക്കെതിരാണ്. നമുക്ക് വലിയ പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് ഇതിലിപ്പോൾ എന്താ ഒന്നുമില്ല. കാണുന്ന ആളുകൾ ഇപ്പം റിയാക്ഷൻ ചാനൽസൊക്കെ ഒരുപാട് മാറിയത്. നമ്മളൊക്കെ ഇപ്പോൾ ഒരു വീഡിയോ കണ്ടാൽ പഴയ പോലെ എടുത്ത് സ്റ്റോറി ഇടാനും ആ വീഡിയോയിലുള്ള ആളെ പിടിച്ച് ഏറെ കയറ്റാനും നിൽക്കില്ല. പിന്നെ കുറേ പേര് പറയും ഇതിൻ്റെയൊക്കെ ഒരു തുടക്കം വരുന്നത് മസ്താനിയിൽ നിന്നല്ലേ. മസ്താനി ഈസ് കറക്റ്റ്. മസ്താനിക്ക് ക്ലാരിറ്റി ഉണ്ടായിരുന്നു. ഇവർ നിന്ന് കൊടുത്തു ഇങ്ങനെ തൊടാൻ. മസ്താനി ചള്ളടിച്ച് പൊട്ടിക്കാനാണ് തോന്നിയേ, ചള്ളടിച്ച് പൊട്ടിക്കാനാ പോയേ. മസ്താനീൻ്റെ അഗ്രഷൻ കണ്ടിരുന്നോ സവാദിനെതിരെ? ഇവിടെ സ്നേഹം, ഞാൻ കഴിഞ്ഞ വീഡിയോ അബ്സാഖ് റേസിൻ്റെ വീഡിയോ ചെയ്താൽ മതി, സ്നേഹം പറഞ്ഞത് അടിച്ച് പൊട്ടിക്കണം ചള്ള. അല്ലാതെ അവിടെ വീഡിയോ തൂക്കി പിടിച്ചിട്ട് കൊണാപ്പിച്ച് പോരുകയല്ല. മസ്താനി എന്താ ചെയ്തേ? സവാദിനെ കുത്തിന് കയറി പിടിച്ച് ഇറക്കി ഓടി സവാദ് അടിച്ച് മൂന്ന് പൊട്ടിക്കുന്നു പറഞ്ഞു. അതിനുശേഷം പോയി കേസ് കൊടുത്ത് കോടതി കയറ്റി ഇറക്കിയവനെ ഇപ്പോഴും കയറിക്കൊണ്ടിരിക്കുന്നു. സ്ഥിരം അങ്ങനത്തെ പരിപാടി ചെയ്യുന്നവനാന്നുള്ളത് തെളിഞ്ഞു. ഇവരെന്താ ചെയ്യുന്നേ? നിങ്ങൾ ഈ മസ്താനിൽ നിന്നാണ് ഇൻസ്പയർഡ് ആവുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ബസ്സിനകത്ത് നിങ്ങൾക്കൊരു പ്രശ്നം നേരിട്ട ആ പെണ്ണുങ്ങൾക്ക് എസ്പെഷ്യലി ഇഷ്ടം പോലെ ആളുകൾ ചോദിക്കാനുണ്ടാവും. ആരാ പറഞ്ഞു നിങ്ങളോട് സൊസൈറ്റി ഒപ്പം നിൽക്കില്ല? വീഡിയോ ഇട്ടാൽ മാത്രം നിങ്ങളൊപ്പം സൊസൈറ്റി നിൽക്കുന്ന നിങ്ങളെ വിചാരം? തെറ്റിദ്ധാരണയാണ് നിങ്ങൾക്ക്. അവിടെയാ പറഞ്ഞത് നിങ്ങൾ റീച്ചിന് വേണ്ടി ചെയ്യുന്ന ഗിമിക്കാ ഇത് എന്നുള്ളത്. പ്ലീസ്, ഇവിടുത്തെ ഗതാഗത മന്ത്രിയോടാണ്, ആണെങ്കിൽ വയ്യ, ഞങ്ങൾക്ക് വയ്യാതായിട്ടുണ്ട്. ദയവ് ചെയ്ത് ബസ്സിൽ നിങ്ങൾ മറ്റേ ഷീൽഡ് വെക്കി, ഒരു ബാരിയർ വെക്കി, പെണ്ണിന് വേറെ ആണിന് വേറെ കമ്പാർട്ട്മെൻ്റായി തിരിക്കും ബസ്. അല്ലെങ്കിൽ പെണ്ണുങ്ങളെ ബസ്സിൽ മാത്രം ഈ പെണ്ണുങ്ങൾ കയറിയാൽ മതി നാക്ക്. ഒരു 10 ബസ് അല്ലെങ്കിൽ 100 ബസ് എക്സ്ട്രാ ഇറക്കി വിടും പെണ്ണുങ്ങൾക്ക്, പിങ്ക് ബസ്. അല്ലെങ്കിൽ എല്ലാ ആണുങ്ങളും സ്വന്തമായിട്ട് ഇനി ബസ് കയറാതെ വണ്ടി. ഞാൻ പറയുമ്പോൾ ബസ് ബഹിഷ്കരിക്കുക ആണുങ്ങൾ ബസ് ബഹിഷ്കരിക്കുക. അപ്പോൾ ബസ്സുകാർ ഇറങ്ങും പുറത്ത്. ഇതേപോലെ കാണിക്കുന്ന പെണ്ണുങ്ങൾ അപ്പോൾ അലഞ്ഞോളും. ബസ് കയറണ്ട, അല്ല എന്ത് ചെയ്യാൻ പറ്റും? ഇന്ന് ബസ്സിൽ, നാളെ ട്രെയിനിൽ, അടുത്ത എയറോപ്ലെയിനിൽ, പിന്നെ റോട്ടിൽ, ഹോട്ടലിൽ, ഹോസ്പിറ്റലിൽ, എല്ലാ സ്ഥലത്തും ഇതാണ് ഗതികേടുന്നുണ്ടെങ്കിൽ ആണിന്. എന്താണെങ്കിലും ആള് പോയി, ആ ആളില്ല, അയാളെ കുടുംബത്തിനും അയാൾക്കും നഷ്ടം. ഇനി എന്ത് എക്സ്പ്ലനേഷൻ ഇടുക ചേച്ചി? 34 എന്തിടാൻ പറ്റും? ഇങ്ങനെ കുറേ എണ്ണങ്ങൾ.